വയനാട്ടിൽ ഈ കള്ളാടി ദുരന്തത്തിൽ കാണാതായ 5 തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഇന്നും ഊർജിതമാക്കിയിട്ടുണ്ട്. ദൗത്യസംഘം വിപുലീകരിച്ച് കൂടുതൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഇന്നത്തെ പരിശോധന ആരംഭിക്കുക. കഡാവർ ഡോഗ് സൂചന നൽകിയ 3-ാം സോണിൽ തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് വയനാട്ടിലെത്തി ദുരന്തബാധിതരെ സന്ദർശിക്കുന്നുണ്ട്. നിലവിൽ അപകടത്തിൽ മരണപ്പെട്ട 3 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിവരങ്ങൾ നൽകാൻ ജോസഫ് അഗസ്റ്റിനുണ്ട്. ജോസഫ്, ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നും തെരച്ചിൽ ഊർജിതമായി തുടരും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 സോണുകളായി തെരച്ചിൽ തുടരും. ഈ പ്രതികൂല കാലാവസ്ഥ ഈ തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് ഇന്ന് അവിടേക്ക് എത്തും. ഇന്നലെ മുഖ്യമന്ത്രി വന്നിരുന്നു. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ തിരച്ചിൽ 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലത്തെ തിരച്ചിലിൽ കാര്യമായ ഫലമുണ്ടായില്ല. 5 തൊഴിലാളികൾ ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നലത്തെ തിരച്ചിലിന്റെ ഫലം. എന്തായാലും ഇന്ന് ദൌത്യ സംഘത്തെ വിപുലീകരിച്ച് കഡാവർ നോഗ് സൂചന നൽകിയ ഈ 3-ാമത്തെ സോൺ കേന്ദ്രീകരിച്ച് കൂടുതൽ സൂക്ഷ്മമായ പരിശോധനയുണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മൺകൂന കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാന പരിശോധനയുണ്ടായിരുന്നത്. ഇന്ന് മൺകൂനയ്ക്ക് പുറമെ ഈ മീനാക്ഷി പുഴയ്ക്ക് കുറുകെയുള്ള മീനാക്ഷി പാലത്തിന് കുറുകെയുള്ള പുഴകളുടെ ഇരുഭാഗങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുമെന്നും ഇത്തരത്തിൽ അവലോകന യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് സമാന രീതിയിൽ ദൌത്യ സംഘത്തെ ഉൾപ്പെടെ വിപുലീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പരിശോധന ഇന്നും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വിശദമായ പരിശോധനയ്ക്ക് തയ്യാറെടുക്കുകയാണ് ജില്ലാ ഭരണകൂടം. ഈ കാണാതായവരെ കണ്ടെത്തുന്നവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒരിക്കലും മാറുകയില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇന്നലെ ഈ കാണാതായവരുടെ കുടുംബം ഇന്നലെ ഈ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. അവർ ചില ആശങ്കകൾ പങ്കുവച്ചിരുന്നു. ആ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാകും. ഈ ആരെയും ഇത്തരത്തിൽ നഷ്ടപ്പെടില്ല, അവരെ എല്ലാവരെയും കണ്ടെത്തുമെന്നുള്ളൊരു ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. എന്തായാലും വിശദമായ ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും ശേഷമാണ് ഇന്നലെ മുഖ്യമന്ത്രി വയനാട്ടിൽ നിന്ന് മടങ്ങിയത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 9 മണിയോടുകൂടി ഈ ദുരന്ത സ്ഥലത്തെത്തും. അതിനുശേഷം ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിക്കും. പിന്നീട് ഈ ക്യാമ്പിൽ ഉള്ളവരെയും സന്ദർശിച്ചതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിണറായി വിജയന് പുറമെ CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററും ഈ പിണറായി വിജയനൊപ്പമുള്ള സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ആരോപണ പ്രത്യാരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. ഇത് മനുഷ്യനിർമ്മിതമാണ്, അല്ല ഈ പ്രകൃതിക്ഷോഭമാണ് എന്ന തരത്തിൽ 2 തരത്തിലുള്ള വാദപ്രതിവാദങ്ങളാണ് ഉയരുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം സമഗ്രമായി പഠിച്ചതിനു ശേഷം മാത്രമായിരിക്കും ഇനിയൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിക്കേണ്ടതുള്ളൂ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ഇത്തരത്തിൽ വയനാട് മൊത്തത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രചരിപ്പിക്കരുതെന്നും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊരു അഭ്യർത്ഥനയും ഇന്നലെ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ തുരങ്കപാതയുടെ സാധ്യത ഇനി എത്രത്തോളമുണ്ട്, പരിസ്ഥിതിക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ, ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു തുടർ നടപടിയിലേക്ക് സർക്കാർ കടക്കുക എന്നൊരു ഉറപ്പാണ് ഇന്നലെ ഇത്തരത്തിൽ ക്യാമ്പിൽ ഉൾപ്പെടെ കഴിയുന്നവർക്ക് നൽകിയിട്ടുള്ളത്. മാത്രമല്ല, അപകട സാധ്യതാ സ്ഥലത്ത് താമസിക്കുന്ന ആർക്കെങ്കിലും ഇത്തരത്തിൽ മാറി താമസിക്കാൻ താൽപര്യമുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങളും സർക്കാർ ചെയ്യുമെന്നും ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ജില്ലയിലെത്തുന്നുണ്ട്. അദ്ദേഹം എന്തൊക്കെ ആവശ്യങ്ങളാണ് പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വയനാടുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങളിൽ ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതാണ്. അതനുസരിച്ച് സാങ്കേതികപരമായും നിയമപരമായും ഉള്ള ഒരു പരിശോധന, ഒരു ഗൌരവപൂർവ്വമായിട്ടുള്ള പരിശോധനയാണ് ഉണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ 9 മണിയോടുകൂടി ഈ സമിതിയെ ഈ അന്വേഷണ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സമിതിയുടെ ഉദ്യോഗസ്ഥരും അന്വേഷണ സമിതിയിൽ ഉൾപ്പെട്ട ആളുകളും ഈ ദുരന്ത ഭൂമിയിലെത്തും. അതിനുശേഷം പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കും. നാട്ടുകാരുടെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ തേടി
എഞ്ചിനീയർമാരുടെ ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സമഗ്രമായ ഒരു അന്വേഷണം ഉണ്ടാകും. അതുപോലെ തന്നെ ആശങ്കയിൽ കഴിയുന്ന ആ കുടുംബങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും കനത്ത രീതിയിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് വലിയ രീതിയിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാറായ മൺകൂണുകളാണ് ഇപ്പോഴും ഭീഷണിയായി തന്നെ നിലനിൽക്കുന്നത്. എന്തായാലും ചൂരൽമല ഭാഗത്തേക്കുള്ള ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയും പൂർണ്ണമായ രീതിയിൽ മണ്ണ് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ സുഗമമായ ഒരു ഗതാഗതം സാധ്യമാകുകയുള്ളൂ. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അശ്വതി. ശരി ജോസഫ്, എന്തായാലും ജോസഫ് സൂചിപ്പിച്ച പോലെ തന്നെ വയനാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കള്ളാടി ദുരന്തത്തിൽ കാണാതായ 5 തൊഴിലാളികൾക്കായി ഇന്നും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പ്രതികൂല കാലാവസ്ഥ അതിനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ദൗത്യ സംഘം വിപുലീകരിച്ചിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ മുഖ്യമന്ത്രി സന്ദർശിച്ചിരുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രദേശത്തെ കാര്യം മാത്രമാണ്, ആ ഒരു പ്രദേശത്ത് മാത്രമാണ് ദുരന്തമുണ്ടായത്. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള വാർത്തകളൊക്കെ ദയവായി സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാകരുത് എന്നതാണ് പറയാനുള്ളത്. എന്തായാലും മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ഇനിയും വരുത്തിവെക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. വിവരങ്ങളാണ് വയനാട്ടിൽ നിന്നും ജോസഫ് നൽകിയത്.